അമ്മൂമ്മയുടെ ആരോഗ്യമൊക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുവല്ലേ? കുറഞ്ഞു വരുക. ഇപ്പോഴും നമ്മൾ ജലദോഷമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുള്ളൂ അല്ലേ? നമുക്ക് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചക്കുളത്തുകാവിൽ പോകാം. പോകാം. എന്നാ തീർച്ചയായിട്ടും വരുമല്ലോ. അത് മതി, വന്ന് തൊഴാം. അന്ന് അവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അവരെയൊക്കെ കാണാം കേട്ടോ. നമുക്ക് നോക്കട്ടെ, എല്ലാം കുറഞ്ഞിട്ട് പോകാം. അപ്പൊ ഞാൻ പേരമ്മയോട് ചോദിക്കാം, പേരമ്മ വരുന്നുണ്ടോന്ന് ചോദിക്കാം. നമുക്ക് രാവിലെ പോയിട്ട് ഒരു 3 മണിക്കൂർ തിരിച്ചു വരാം. അത് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇച്ചിരി നടക്കാലോ. നടക്കാം. എന്നാ 2 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എനിക്ക് അവധിയുള്ള ദിവസം നമുക്ക് പോകാം കേട്ടോ. എന്നാ രാവിലെ കഴിച്ചത്? ദോശ. അമ്മൂമ്മ ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത്. കാരണം അമ്മൂമ്മക്ക് ഭക്ഷണം കഴിക്കാത്തോണ്ട് മാത്രമാണ് ഇത്രയും മേലാഴിക വരുന്നത്. വെള്ളം കുടിക്കുന്നുണ്ടോ? ഭക്ഷണോ? ഉച്ചക്ക് കഞ്ഞി കുടിച്ചായിരുന്നോ? കഴിക്കും. ആണോ? ഇന്നലെ ഏത്തപ്പഴം കഴിച്ചായിരുന്നോ? കുറച്ച് കഞ്ഞി കുടിക്കും, അത് മതിയിരിക്കും. ആണല്ലേ? പിന്നെ ഇത്രയും പേര്, അതും ഞാൻ പറയാൻ മറന്നുപോയി, ഇത്രയും പേര് അമ്മൂമ്മക്ക് വീഡിയോ അയച്ചു തന്നില്ലേ? എനിക്കൊരു 70 വീഡിയോ വന്നിട്ടുണ്ട്. അതില് ഒരു കുറെ എണ്ണാണ് അമ്മൂമ്മ ഞാൻ കാണിച്ച കുഞ്ഞു പിള്ളേരുടെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? സന്തോഷായോ? ജർമ്മനിന്നും ഗൾഫിൽ നിന്നും ഒക്കെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. നമ്മുടെ ഇന്ത്യയില് ബാംഗ്ലൂർ, ചെന്നൈ, കേരളം എല്ലായിടത്തുനിന്നും അയച്ചിട്ടുണ്ട്. സന്തോഷം. നല്ല സന്തോഷായില്ലേ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ? അത് എന്തോ ഒരുപാട് ആളുകൾ എന്നെ പരിചയപ്പെട്ടു. ഒരുപാട് ആളുകൾ പരിചയപ്പെട്ടു. എല്ലാവർക്കും എന്നാ സങ്കടമായിരുന്നെന്നറിയാവോ? മേലാന്ന് പറഞ്ഞു. ഞാൻ എല്ലാരോടും പറഞ്ഞു, ഇപ്പം ആർക്കും കാണാൻ പറ്റില്ല മേല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 2-3 ദിവസം ഇത്രയും മേലാതിരുന്നതല്ലേ? അപ്പൊ ഇത്രയും പേര് പ്രാർത്ഥിച്ചില്ലേ? അതാണ് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്നതും. നമ്മളെപ്പോലും അറിയാൻ മേലാത്ത ആൾക്കാരാണ് അമ്മൂമ്മയുടെ വീഡിയോ കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ അവരെല്ലാം ഇന്നലെ പറഞ്ഞു, വൈകിട്ട് വിളക്ക് കത്തിച്ചപ്പോഴും മുസ്ലിംസ് ഒക്കെ ഇന്നലെ അവരുടെ നൊയമ്പിലായിരുന്നു. അപ്പൊ ആ നൊയമ്പ് മുറിച്ചു കഴിഞ്ഞപ്പോ അതിലും പ്രാർത്ഥിച്ചു എല്ലാരും കേട്ടോ. എന്തോ അമ്മൂമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? എന്നെങ്കിൽ പോകാം. പേരമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ പോകാം. പേരമ്മയോടും ചോദിക്കാം. പേരമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പോകാം. പക്ഷെ അമ്മൂമ്മയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്തായാലും അമ്മൂമ്മയ്ക്ക് കാല് 2 ദിവസത്തിൽ ശരിയായി കഴിഞ്ഞ അമ്മൂമ്മ വന്നിരിക്കും അല്ലേ? എന്തോ പിടിച്ചോണ്ട് വേണം. പിടിച്ചോണ്ട് പോവാൻ. ചെരുപ്പിടാവോ? ചെരുപ്പ് വേണമെങ്കിൽ ഇടാവോ? പക്ഷെ കാലില് നീരില്ലേ? കാലിലെ നീര് കുറയാതെ ചെരുപ്പിടാൻ പറ്റുമല്ലോ. ചെരുപ്പ് ഇടുന്നതിനും കുഴപ്പമില്ല, ഇട്ടിട്ടാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ നല്ല ചൂടാ പുറത്ത്. അപ്പൊ ആ തറയെ ചവിട്ടാൻ പറ്റുമോ? അപ്പൊ 2 ദിവസം പ്രാർത്ഥിക്കണം. നമുക്ക് വെള്ളിയാഴ്ച പോകാൻ പറ്റണം കേട്ടോ. ഉറപ്പല്ലേ? വെള്ളിയാഴ്ച. ഇന്ന് ചൊവ്വയാ. ഇന്ന് ചൊവ്വാഴ്ചയാ. ബുധൻ വ്യാഴം. എനിക്ക് വ്യാഴം അവധിയാ. വെള്ളിയാഴ്ച നമുക്ക് പോകാം. അല്ല, എനിക്ക് ഉഗാദിയുടെ അവധിയാ. എന്നാ അമ്മൂമ്മ? ചക്കുളത്തുകാവില്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്. ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അമ്മൂമ്മയ്ക്ക് ഛർദിയൊക്കെ അല്ലായിരുന്നോ? ഇന്നലെ അമ്മൂമ്മയ്ക്ക് മേലാഴികയൊക്കെ കൂടുതലല്ലായിരുന്നോ 2-3 ദിവസമായിട്ട്? വയസ്സായില്ലേടി. ചൂടിന്റെയും കൂടെ. അപ്പം ഒരു സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച അമ്പലത്തിൽ വരാന്ന്. അപ്പൊ എന്തായാലും ഞാൻ പോവും. അപ്പൊ അമ്മൂമ്മ വരുവാണെ സന്തോഷം. കൂടെ കാലുകുത്തി നമുക്ക് പതുക്കെ നിർത്തിയൊക്കെ പോകാം കേട്ടോ. ഇച്ചിരി രാവിലെ എണീക്കണം. ഒരു 8 മണിയാകുമ്പം പോകാം ഇവിടുന്ന്. വെള്ളിയാഴ്ച. പക്ഷെ ആ ദിവസം വരെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചില്ലേ അമ്മൂമ്മയ്ക്ക് കാല് കുത്താൻ വയ്യാതെ വരും കേട്ടോ. ആരെയൊക്കെ കൊണ്ടുപോകണം?
ഈ ഇന്നലെ കൂടെ കൊണ്ടുപോവാ. ആ ഓക്കെ. പിന്നെ ഇതാരാ? ഓമന, ഓച്ചി ഓമന. ആ ഓച്ചി ഓമനെ കൊണ്ടുപോണോ? വൈകി ആ നമ്മളല്ലാതെ ആരാ കൊണ്ടുപോകണം? എന്നാ ഞാൻ വേറെ ആരെയും കൊണ്ടുപോകുന്നില്ല. ഓമന, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. പിന്നെ ഏത് ഓമനെ കൊണ്ടുപോകണം? ഈ ഓമന ആണോ? പേരമ്മ. ആ പേരമ്മയും കൊണ്ടുപോകണം. ഇവരെയൊക്കെ കൊണ്ടുപോയാ വലയ്ക്കുവോ അമ്മൂമ്മ? അവിടെ ചെന്ന് കഴിഞ്ഞാ അമ്മൂമ്മക്ക് മേലാതാവോ? ഇല്ല. ആ എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടി അങ്ങ് പോകാം. ഈശ്വര ദൈവമേ. ചക്കുളത്തമ്മ അങ്ങ് പ്രാർത്ഥിച്ചു പോകാം അല്ലേ? 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളു. 2 ദിവസം നമ്മളെ നടത്തും, പേടിക്കണ്ട കേട്ടോ. അന്ന് തന്നെ വരുമല്ലോ. അല്ല അമ്മൂമ്മ, ഇനി 2 ദിവസം കൂടി അല്ലേ ഉള്ളു പോകാൻ. അപ്പം തീർച്ചയായിട്ടും അമ്മൂമ്മക്ക് കാല് കുത്താൻ പറ്റും കേട്ടോ. നമ്മള് കാല് കുത്തി നടന്നു തന്നെ പോവും. അതിനടുത്താ മണ്ണാറശാല, അങ്ങോട്ട് പോണോ? നിങ്ങൾ ഞാൻ പോകുന്നുണ്ട്. ഞാൻ അവിടെയും 2 സ്ഥലം ഒരുമിച്ചാ പോയിട്ട് വരുന്നത്. പോണോ? അമ്മൂമ്മക്ക് നടക്കാവോ? ഉറപ്പല്ലേ? അമ്മൂമ്മ ഇവിടെ ഈ മുറി പെയിന്റ് അടിച്ചപ്പോ അപ്പുറത്തെ മുറിയിലാണോ കിടന്നത്? ഈ മുറി പെയിന്റ് അടിച്ചപ്പം അപ്പുറത്തെ മുറിയിലാണോ കിടന്നത്? അന്നേരം ഇത് ആരുടെ വീടാന്ന് ചോദിച്ചോ? അന്നേരം എന്നാ ചോദിച്ചത്? ആരുടെ വീടാന്ന്? അതെ, ഞാൻ അറിഞ്ഞിപ്പോ. ആ ചോദിച്ചു. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ ചോദിച്ചു ഇത് ആരുടെ വീടാന്ന്. ഇന്നും ചോദിച്ചോ? അതിനാ മറന്നു പോകുന്നത്. എന്നാടി അല്ലേ? എടീന്നൊന്ന് വിളിക്കാവോന്ന് എല്ലാരും ചോദിച്ചു. എടീന്ന് വിളിക്കാവോന്ന്. എല്ലാരും എടീന്ന് വിളിക്കുന്നത് എല്ലാവർക്കും കേക്കാൻ ഭയങ്കര ഇഷ്ടാന്ന്. ആ എന്നാടി, എനിക്ക് വയ്യടി അല്ലേ? എന്നാ ശരി, ആരൊക്കെ വേണം പോകാൻ? ആരെയൊക്കെ കൊണ്ടുപോകണം? അമ്മൂമ്മ തന്നെ പറ. എനിക്ക് രോഹിണിയും ഈ ഇന്ദിര. എത്രയുള്ള എനിക്ക്? പിന്നെ ഓച്ചിയമ്മ കൊണ്ടുപോകണം. അപ്പൊ ഈ ഓമനെ കൊണ്ടുപോകണ്ടേ? അത്രയും പേർക്ക് കേറാൻ എനിക്ക് ഇടയില്ല. അമ്മൂമ്മ ഇതിൽ ഒരാളെ ഒഴിവാക്കണം. ആരെ ഒഴിവാക്കും? ആ അങ്ങനെ ആരെ ഒഴിവാക്കാൻ പറ്റുവല്ലേ? ഇന്ദിര ചേച്ചി വരുന്നില്ലാന്ന്. ഈ ചേച്ചി വരുന്നില്ലാന്ന്. ഇടയില്ല, ഞാനില്ല. എന്നാ വരുന്നില്ലാന്ന്? ഇടയില്ലാത്തോണ്ട് വണ്ടിയേല്. എന്നാ വരണ്ട അല്ലേ? ഇഷ്ടം പോലെ ചോദിക്കാൻ വരുന്നുണ്ടോ? നമുക്ക് ഇട ഉണ്ടാക്കി പോകാം. അമ്മൂമ്മ നിങ്ങൾ തന്നെ വരാത്ത? ഇടയില്ലാത്തോണ്ടാ വരാത്തെന്ന് ഞാൻ പറഞ്ഞു. വരാൻ നമുക്ക് ഇടയുണ്ട്, ഇഷ്ടം പോലെ ഇടയുണ്ട്. ആ ഉള്ള ഇടയിൽ പോകാം. എല്ലാരും കൂടെ സന്തോഷത്തോടെ പോകാം. സന്തോഷമായിട്ട് പോയി വരാം. ആണ്ട് ഓച്ചിയമ്മ വരുന്നില്ലെന്നിപ്പോ. അവള് വരും. എന്നാ ഒരേ ഓച്ചിയമ്മ വരുന്നില്ല. നമ്മളല്ലാതെ ആരാ കൊണ്ടുപോകും? ആ അതെ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാ വരാത്തേന്ന് ചോദിക്കുക അമ്മൂമ്മ. എടീ നീ വരുന്നില്ലേ? മേലെന്ന് നീ പോരടി. അമ്മൂമ്മ കാലിലൊന്നും കുഴപ്പമില്ലെങ്കി വരാന്ന്. ഇനി മേലെങ്കി വരത്തില്ലാന്ന്. നടന്നല്ലോ. നടന്നല്ല, വണ്ടിയല്ല. അത് പറഞ്ഞാ കേക്കുന്നില്ല. പിന്നെ ആരാ കൊണ്ടുപോകുന്നത്? അതെ, ഇത്രയും വയസ്സായ അമ്മൂമ്മ നടന്നു വരുന്നു അല്ലേ? ആ പിന്നെ ആണോ? അമ്മൂമ്മയുടെ വാവ് വേഗം മാറൂട്ടോ. അമ്മ ഡയറി ആയിട്ട് ഇരിക്കും, ഒന്നും പറ്റില്ല കേട്ടോ. അമ്മൂമ്മ, എൻ്റെ പേര് ജാനകി എന്നാണ്. അസുഖമൊക്കെ മാറിയിട്ട് ഞങ്ങൾ വരാട്ടോ. അമ്മേനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ആപ്പായിരിക്കും. അമ്മൂമ്മക്ക് ദീർഘായുസ്സം ഉണ്ടാകട്ടെ. അമ്മൂമ്മക്ക് വേണ്ടി ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മൂമ്മ ഹാപ്പി ആയിട്ടിരിക്കണം. അമ്മൂമ്മേ, എന്താ വിശേഷം? നമുക്ക് അമ്മൂമ്മേനെ വലിയായിട്ട് ഇഷ്ടമാണ്. നമ്മളെ പ്രാർത്ഥിക്കണുണ്ട്. ഉമ്മ അമ്മൂമ്മേ. ഹായ് മുത്തശ്ശി, ഞാൻ ഹിമ.
എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? വീഡിയോസൊക്കെ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സന്തോഷമായിട്ടിരിക്കണേ. ലവ് യു. ബൈ.